ഹലോ, അപ്പോൾ ആദിചന്ദ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഒരു ചെറിയൊരു ലോങ് അല്ല എന്നാലും വാൾപ്പാറ വരെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഉണ്ടാക്കിയ പ്ലാനാണ്. ഇന്ന് സൺഡേ നമ്മൾ പോണത്. ഇന്നലെ രാത്രി വിളിച്ചിട്ട് എന്നാൽ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞു. സോ രാവിലെ നേരത്തെ ഏട്ടൻ വീട്ടിലേക്ക് വന്നു. ഇതാ ഞങ്ങളിപ്പോൾ മംഗലം ഡാമിൽ നിന്ന് വാൾപ്പാറയ്ക്ക് പോവാണ്. ആള് എന്തൊക്കെയോ മിഠായിയൊക്കെ മേടിക്കാൻ. എനിക്ക് കാറിൽ പോകുന്നത് കൊണ്ട് ചില സമയത്ത് ചില ഇതാണ്, അപ്പൊ അതുകൊണ്ട് കുറച്ച് മിഠായും ഒക്കെ കൈവച്ച് കഴിഞ്ഞാൽ സേഫ് ആയിട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ട്. സോ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞ് വാൾപ്പാറ വിശേഷങ്ങളാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്തായിരുന്നു അത് ഞാൻ പറഞ്ഞു, എനിക്കുള്ള മുട്ടായാണെന്ന്. മതി, അതെന്താ ഏലാതി? മൈ ഗോഡ്, വിക്സ് മുട്ടായി. യെസ്, ഇതാണ് മംഗലം ഡാമില്, ഇതാണ് ഞങ്ങളുടെ മംഗലം ഡാമിലെ ഷോപ്പിംഗ് മോള്. പുച്ചാണ് അൾട്ടിമേറ്റാ. ഏലാതി ഉണ്ട്, വിക്സ് മുട്ടായി ഉണ്ട്, പിന്നെന്തൊക്കെയാണ്, ഹാൾസ് ഉണ്ട്. എന്താണ് ഇതൊക്കെ കിട്ടണ മെയിൻ? ഏതോ ഇതും വാങ്ങും. പക്ഷെ നമുക്ക് നമ്മള് ചെറുപ്പം മുതലേ മേടിക്കുന്ന കടയിൽ നിന്നല്ലേ മേടിക്കാം. ഇല്ല, ഇന്നലെ ഞാനും ഉണ്ണിക്കണ്ണനും അവിടെ നിന്നാണ് മേടിച്ചത്. അപ്പൊ മനസ്സിലാക്ക്, ഞങ്ങൾ മംഗലം ഡാമുകാരുടെ പ്രിയപ്പെട്ട കടയാണത്. പക്ഷെ നമ്മള് പോകുന്നത് വാൾപ്പാറയാണ്. അവിടെ മാപ്പ് ഇട്ടിട്ടില്ല, സോറി. വാൾപ്പാറയ്ക്ക് സഡൻ പ്ലാൻ ആയിട്ട് എവിടെയെങ്കിലൊക്കെ പോകണ്ടേ, വേണ്ട അങ്ങനെ പോവാ. യെസ്. പിന്നെ അപ്പൊ ഇന്നത്തെ നമുക്ക് അടുത്ത ആ സ്ഥലം അവിടെയാണ് ശരിക്കും. പാലക്കാട് ഇത്തിരി തണുപ്പ് കിട്ടണം വെച്ചാൽ വാൾപ്പാറയിൽ നിന്ന് നമുക്ക് ശരിക്കും ഇവിടുന്ന് എത്ര 3.5 മണിക്കൂറാ? 120 കിലോമീറ്റർ ഇവിടെ നിന്ന് കേട്ടാ. ഓക്കെ, മംഗലം ഡാം 3:23 മണിക്കൂർ അല്ലേ? 12 മണിക്ക് നമ്മൾ എടുത്തു. 12 മണിക്കെത്തും. സോ ഗൈസ്, നിങ്ങൾ ഇന്ന് വാൾപ്പാറ വിശേഷങ്ങളാണ് കാണുന്നത്. ഈ മംഗലം ഡാമിൽ നിന്ന് എടുത്തിട്ട് ഇനി കുറച്ച് വാൾപ്പാറയൊക്കെ എത്താനാകുമ്പോ കാണാം അല്ലേ? അതാ നല്ലത്. ഈ 2 മണിക്കൂറും 16 മിനിറ്റും കാണിക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് ഈ റൂട്ട്, നമ്മൾ ഏത് റൂട്ടാണ്, ഈ നെന്മാറ കൊല്ലങ്കോട് പൊള്ളാച്ചി റൂട്ട് നമ്മൾ വന്നത്. പക്ഷെ നല്ല ബ്ലോക്ക്, ഇവിടെ തന്നെ പകുതി ബ്ലോക്ക് സമയം പോയി. ബ്ലോക്ക് അല്ല, നമ്മള് ഒരു ലോറിന്റെ പിന്നാലെ പോയതല്ലേ, ഒരു ലോറിക്കാരൻ വഴി തരാത്തതിനാൽ നമ്മൾ ബ്ലോക്ക് ആയതാണ്. അപ്പൊ വണ്ടികൾ ഉണ്ടായിരുന്നല്ലോ, ആ ലോറി ബ്ലോക്ക് ആക്കി വിട്ടു എല്ലാവരും. കറക്റ്റ്. തമിഴ്നാടിന്റെ പ്രതിനിധിയായിട്ടുള്ള കാളവണ്ടി അവൻ നോക്ക്. ആ നല്ല രസമുണ്ട്. നമ്മളങ്ങനെ പകുതി എത്തിയിട്ട് വെള്ളം ദാഹിച്ചപ്പോ കരിക്ക് കുടിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര അടിപൊളി, നല്ല രസമുണ്ട്. ഇതാ, ഹായ് ഗൈസ്, ബൈ ബൈ. കരിക്ക് പറഞ്ഞോ നിങ്ങള്? തിരക്കാണ്, ചേച്ചി ബിസി. നമ്മളിപ്പോ എവിടെയാണ്? പൊള്ളാച്ചി റോഡിൽ നിന്നിട്ട് കരിക്ക് കുടിച്ചതാണ്. ഇപ്പൊ സമയം 11:15 സോറി 10:15. മരുത്തോവ മല പിടിച്ചിരിക്ക. അപ്പൊ കരിക്ക് കുടിച്ചപ്പോ കുറച്ചും കൂടി എനർജി വന്നു. നല്ല അടിപൊളി കരിക്ക് കേട്ടാ. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ സൈഡൊക്കെ കുറെ ഉണ്ടല്ലേ ഇതുപോലെ. അപ്പൊ ഇനി കരിക്ക് കുടിച്ചിട്ട് ഇനി ഒരു 11 മണിയാകുമ്പോ ചായ കുടിക്കുക. ആക്ച്വലി ഞാൻ ഇതൊക്കെ കുടിക്കണത് എടുക്കാൻ മറന്നുപോയി. ഭയങ്കര അതെ ബഹളം. ആക്ച്വലി ഞങ്ങൾ രണ്ടാളും കരിക്കൊക്കെ കുടിച്ചു കഴിഞ്ഞു. പിന്നെ ഇളനീരില്ല, അത്രയും തേങ്ങ അതും കൂടെ കഴിച്ചിട്ട് പോവാന്ന് വിചാരിക്കുകയാണ് അല്ലേ? അതെ, അത്രേ ഉള്ളൂ. അതെ, വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തേങ്ങ കിട്ടുള്ളൂ. അതിനോടൊന്നാ പിടിച്ചോ. ബൈ ഗൈസ്, ഇനി അടുത്ത സ്റ്റോപ്പിൽ നിന്നിട്ട് കാണാം. നമ്മളിപ്പോ എവിടെ എത്തി? ഏതോ ഒരു ചെക്ക് പോസ്റ്റ്. ഇവിടെ ശരിക്കും ചെക്ക് പോസ്റ്റ് ഉണ്ടാ? അവിടെയൊക്കെ കഴിഞ്ഞിട്ട് വേണം പോവാൻ. അവിടെ ടോക്കൺ എടുക്കണ്ട പെണ്ണെ. ഞാൻ ഹെൽപ്പ് ചെയ്യോ? സോറി, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാന്ന് എനിക്കറിയാം. വീഡിയോ എടുക്കണ കണ്ടിട്ട്
പറ ശരി പറ, ഞാൻ പോയി എടുക്കണ. എന്തായാലും ഒരാൾ എടുക്കേണ്ടി വരും. പക്ഷെ അവിടെ അത്ര ദൂരം ഉണ്ടാകുന്ന അറിയില്ല. എനിക്ക് തമിഴ് അറിയില്ല. 2 ടിക്കറ്റ് പറഞ്ഞാൽ മതി. അവിടെ പോയതൊക്കെ കുറച്ച് ദൂരം കൂടെ പോകട്ടെ. അണ്ണേ ഇല്ല ഇപ്പൊ വേണ്ട. അണ്ണാ 2 ടിക്കറ്റ് കൊടുങ്കോ. ശരിക്കും ഇവിടെ ഒന്നും അല്ല ടിക്കറ്റ്, നല്ല തിരക്കുണ്ട്. ഫ്രണ്ടിൽ ഒരുപാട് കാറുകൾ കിടക്കുന്നു. ആ സൂപ്പർ. ഹായ് ബ്രോ, എങ്ങനെയുണ്ട് വാഗമൺ? അതെനിക്ക് എന്താന്ന് അറിയില്ല, ഈ വാഗമണ്ണും വാൽപ്പാറ എപ്പോഴും തെറ്റുന്നു. ശരിക്കും എനിക്ക് നമ്മൾ എവിടേക്കാ പോണെന്ന് പോലും അറിയണില്ല. വാൽപ്പാറ ഫോറസ്റ്റ് ഏരിയ കൂടെ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണായിരുന്നു അല്ലേ? അതാണ് പറ്റിപ്പോയത്. നമ്മൾ നട്ടുച്ചക്ക് 1 മണി 1:30 വാൽപ്പാറ കാണും. ആനമലൈ ടൈഗർ റിസർവിലാണ് നമ്മള് പോണതാ. ആനമലൈ ടൈഗർ റിസർവ് മാപ്പ് ഇട്ടിട്ടാ? അല്ല ഇത് അതാണെന്നാ, ഈ ചെക്ക് പോസ്റ്റ് അതാണെന്നാ പറയുന്നത്. കുറച്ചേരം കുട്ടാപ്പിന് എണീച്ച് നടക്കേണ്ടി വരും. ശരിക്കും ശരിക്കും ചെക്ക് പോസ്റ്റ്, എൻട്രി ചെക്ക് പോസ്റ്റ്. ഞാൻ അവിടെ പോയിട്ട് എങ്ങനെയാ ഒറ്റയ്ക്ക് എടുക്കുക? ഞാൻ ഡ്രൈവ് ചെയ്യട്ടെ? എന്താ ചെയ്യാ പറ? ഐ ആം ട്രാപ്ഡ്. നോക്ക്, ചെക്ക് പോസ്റ്റ് എവിടെയാണ്, ബ്ലോക്ക് എവിടെയാണ്? ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഞാൻ പോവാ. ഞാൻ ഇൻഡിപെൻഡന്റ് ഗേൾ ആയതുകൊണ്ട് ഞാൻ പോയിട്ട് എടുക്കാം. പക്ഷെ ചെക്ക് പോസ്റ്റ് എവിടെ നിന്നൊക്കെ ഇങ്ങനെ നടക്കണം. ഇവിടുന്ന് ഇവിടം വരെ ബ്ലോക്ക് അല്ലേ? അയ്യോ പോയി. ഇതുവരെ ഞാൻ നടന്നു പോണെന്ന്. ആന്നാ കുറച്ച് എന്നെ ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി എടുക്കാം. ഒന്നും അറിയില്ല. അടി ഫോറസ്റ്റ് ഗാർഡ് നിക്കണ അവിടെ. വിട്ടോ ടിക്കറ്റ് എടുത്തിട്ട് വരുമോന്ന് ദൈവത്തിന് അറിയാം. അവർക്ക് തമിഴ് അറിയാന്ന് എനിക്കറിയില്ല. പോയിട്ട് ഇൻഡിപെൻഡന്റ് ഗേൾ ആണ് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മള് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വാഗമൺ ഇനി പറഞ്ഞ ഇവിടുന്ന് പ്രശ്നമാണ് കേട്ടാ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വാൽപ്പാറ കേറി. പക്ഷെ തിരക്കില്ല. എന്താ സൺഡേ ആയിട്ട് ബാക്കിൽ ചെക്ക് പോസ്റ്റിൽ നല്ല അടിപൊളി ചെക്ക് പോസ്റ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും എടുത്തു വരുന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ വേഗം പോയി എടുത്തത് കൊണ്ട് നമ്മളാണ് ഫസ്റ്റ് വാൽപ്പാറയ്ക്ക് പോകുന്നത് തോന്നുന്നു. എന്താണെന്ന് നമ്മള് ഫസ്റ്റ് നമ്മുടെ ഫ്രണ്ടിൽ പോയ വണ്ടിയിൽ പോയില്ലേ? ഒന്നും കാണുന്നില്ല. കൊരങ്ങല്ലെന്നേ, ഡാം വ്യൂ നോക്ക്. പക്ഷെ ഇതിൽ കാണുന്നില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോണ്ടല്ലോ മറ്റേ ഈ എന്താണ് മരങ്ങള് വന്ന് മൂടുന്നു. ശരിക്കും ആ ഡാമിന്റെ കംപ്ലീറ്റ് സാധനം കിട്ടുന്നില്ല. ഈ ഹെയർ പിന്നിന്റെ പേര് കോപ്പർ സ്മിത്ത്. അതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ഓരോ ഹെയർ പിന്നിന്റെ ഹെയർ പിൻ ബെൻഡ്. ഓ മനസ്സിലാവണ. ഓ ഇത് 4ാമത്തെ ഹെയർ പിന്നാണ്. ഇനി 40 ഹെയർ പിന്നാ. ഇനി 36. നോക്ക് ആ മാപ്പ് നോക്ക്. ഇത്രയും ഹെയർ പിന്നുകൾ കഴിയണല്ലോ ദൈവമേ. നന്നായിട്ടുണ്ട് ഹെയർ പിന്ന മാപ്പിൽ കാണാൻ. നമ്മൾ അടുത്ത സ്പോട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അടുത്ത സ്പോട്ടിൽ പക്ഷേ ഇല്ലേ, നമ്മളിവിടെ എത്തിയത് ഉച്ചയ്ക്ക് ആയിപ്പോയി. അതിന്റെ ഒരു കുഴപ്പമുണ്ട്, പക്ഷെ അത്ര കുഴപ്പമൊന്നുമില്ല. വെയിലത്ത് വരാൻ ബുദ്ധിമുട്ടുണ്ട്. ക്യാമറാമാനെ വെയിലത്ത് വരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവിടുത്തെ വ്യൂ നിന്നിട്ടുള്ള വ്യൂ മാത്രമേ കാണിച്ചു തരുള്ളൂ. എന്നാൽ അത് കാണിച്ചു കൊടുത്തോ. ഫുള്ള് തേയിലത്തോട്ടത്തിന്റെ വഴിയിലൂടെയാണ് ഗൈസ് നമ്മൾ സഞ്ചരിക്കുന്നത്. നമ്മൾ കേറി ഒരു പകുതി എത്തി. അവിടെ നമ്മളൊന്ന് നിർത്തി. നല്ല രസമുണ്ട്. പക്ഷെ കുറച്ച് വെയിൽ താഴാതെ നമുക്ക് എവിടെയും നിർത്താൻ പറ്റില്ല. അതാണ് പ്രശ്നം. 12:15. പക്ഷെ വെയിലായത് കൊണ്ടാണ് അല്ലേ? ഈ സന്ദർഭത്തിൽ ഞാൻ അഖിലേട്ടനെ ഓർക്കുന്നു. അഖിലേട്ടൻ പറഞ്ഞു വാൾപ്പാറയിൽ നല്ല വെയിലായിരിക്കുന്നു. കറക്റ്റ്. നമ്മളിവിടെ എത്ര അതിപ്പോ എല്ലാവിടെയും നമ്മൾ എത്തുമ്പോ ഒരു തണുത്ത കാറ്റുണ്ട്. പക്ഷെ എന്നാലും ദാ ഈ വെയിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ടുള്ള ചില മടികളാണ് ഉള്ളത്. ഫുഡ് കിട്ടുമെന്ന് നമുക്ക് വല്ലതും രാവിലെ 8 മണിയാകുമ്പോ കഴിച്ചതാണ്.
പൂരി ആൻഡ് എഗ് കറി ഫ്രം അമ്മ സ്പെഷ്യൽ. ഇനി ഉച്ചക്ക് നമ്മൾക്ക് എന്തെങ്കിലും ചോറ് മതി. എനിക്ക് 5 ദിവസം ഞാൻ ബിരിയാണി കഴിച്ചു. ഒരു മനുഷ്യൻ 5 ദിവസം ബിരിയാണിയാ? വേറെ 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 ഇന്നലെ നെയ്ച്ചോറ്, അങ്ങനെ കുറെ ചോറും മീൻകറിയും പപ്പടവും വെച്ചിട്ട്. ഓക്കെ, ഇനി നമ്മൾ ശരിക്കും ഇനി ഇതിന്റെ മോളിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെയല്ലേ? ഇപ്പൊ നമ്മൾ എത്രാമത്തെയാന്ന് അറിയോ? ഒരു 30ാമത്തെ ഹെയർ പിൻ എത്തിയില്ലേ? 30 എത്തിയല്ല, 27, 28 അത്ര എത്തിയിട്ടുള്ളൂ. ഇനി 40ാമത്തെ ഹെയർ പിൻ എത്തിയാലാണ് വാൾപ്പാറ. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. 3ാമത്തെ സ്പോട്ടിലല്ലേ നമ്മളിപ്പോ നിൽക്കുന്നത് ആണ് അല്ലേ? പക്ഷെ ഇത് നല്ല രസമുണ്ടല്ലോ. നോക്ക്, അവിടെയുള്ള വീടുകാർ ഇതൊക്കെ എങ്ങനെയാണ് ഇവിടെ വന്ന് താമസിക്കുന്നതെന്നാണ് എൻ്റെ കാര്യം. നോക്ക്, എത്ര നല്ല കുഞ്ഞു 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 വീട് നോക്ക്, നല്ല രസമുണ്ടല്ലേ? ഇവിടെയൊക്കെ കറണ്ട് ഉണ്ടാവുമോ? സോളാറായിരിക്കില്ലേ? നല്ല രസമുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് ഇവിടെയൊക്കെ ഇല്ലേ, തണുപ്പത്തൊക്കെ വന്ന് താമസിക്കാൻ അടിപൊളിയായിരിക്കും അല്ലേ? മഴക്കാലത്തൊക്കെ അവിടെയൊക്കെ ഒന്നും കാണണ്ടാവില്ല. അവിടെ വീടുകൾ കാണണ്ട, വീടുകൾ കണ്ട കുഞ്ഞു 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 വീടുകള്. പക്ഷെ തണുപ്പില്ല, പക്ഷെ തണുത്ത കാറ്റുണ്ട്, വെയിലുണ്ട്, തണുത്ത കാറ്റുണ്ട്, കോടയില്ല. നെക്സ്റ്റ് സ്പോട്ടിൽ ചായ വേണ്ട, സൈഡ് 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 ചായ വേണ്ടെന്ന് ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ നോക്കുന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പൊ തണുപ്പ് വന്നു കേട്ടോ, വെയിലൊക്കെ പോയി. നമ്മൾ ശരിക്കും ടോപ്പിൽ എത്തിയിട്ടില്ല. ഇനിയൊരു ഇപ്പൊ 30 ഹെയർ പിന്നാണ് കഴിഞ്ഞത്. ഇനി ഒരു 10 ഹെയർ പിന്നും കൂടെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഇപ്പം വെയിൽ പോയി, നല്ല രസമുണ്ട്. എനിക്ക് തണുപ്പായിരിക്കും എന്ന് വിചാരിക്കുന്നു, പക്ഷെ ഫുഡ് കട കിട്ടുന്നില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഫുഡ് തപ്പി 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 ഇനി അത്ര നടക്കേണ്ടി വരും. പക്ഷെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ നല്ല തണുത്ത കാറ്റും വെയിലൊക്കെ പോയി, നല്ല ടൈം. മാഗി 2 മിനിറ്റിൽ മാഗി ആകുമോ? 10 മിനിറ്റിൽ മാഗി. ഇന്നേ വരെ ഉണ്ടാക്കിയിട്ട് 2 മിനിറ്റിൽ മാഗി കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇവിടെ 10 മിനിറ്റായി. അതുകൊണ്ട് അതിന് ടൈം എടുക്കുന്നു. ആയിക്കോട്ടെ, എന്തായാലും ഇതെങ്കിലും കിട്ടി. ഹൈറ്റ് കൂടിയതാ പ്രശ്നം. അതൊക്കെ എന്നെ കണ്ട് പഠിക്ക്. എന്റെ തലയിൽ ഇനി സ്പേസ് ഉണ്ട്. അവിടെ എത്തിയിട്ട് മുട്ടുന്നു. ഇപ്പൊ മനസ്സിലായ ഹൈറ്റ് ഇല്ലാത്തതിന്റെ ഒരു ഗുണം? പ്രശ്നങ്ങളല്ല, ഗുണമാണ്. നോക്ക്, ബാക്ക്ഗ്രൗണ്ടിലും ഞങ്ങൾക്കുള്ള മാഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാവം എന്നാ അവിടെ ഇരിക്കേ. ഐഡിയ അയ്യേ. പക്ഷെ ആദ്യമായിട്ടാണ് എഗ് മാഗി ട്രൈ ചെയ്യുന്നത്. എഗ് മാഗിയാ? നമ്മൾ സാധാ മാഗി അല്ലേ വീട്ടില് കഴിക്കില്ല, അതിൽ എഗ് ഒന്നും ഇല്ല. എന്റെ താരം ചൂടുള്ള തന്നെ നല്ല ടേസ്റ്റിന്റെ പറയാൻ വന്നല്ലേ. എങ്ങനെയുണ്ട്? ഗ്ലാസ് പാസാ? ഗ്ലാസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയറും. അതെ, നല്ല രസമുണ്ട്. ഇങ്ങനെ മലകൾ കണ്ടുകൊണ്ട് വെറുതെ വന്നിരിക്കാം. യെസ്. പക്ഷേ വിശപ്പ് കൊണ്ടാണോ? അല്ലാന്ന് തോന്നുന്നു. വിശപ്പ് കൊണ്ടൊന്നും അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള ഈ എന്താണ് മാഗി ഞാൻ ആദ്യമായിട്ടാ കഴിക്കണ. എഗ് മാഗി. ഇനി വീട്ടിലുണ്ടാക്കുമ്പോൾ മുട്ടയും കൂടെ ഇങ്ങനെ ചിക്കിച്ചതറി അതിലിടണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചിട്ടില്ലേ. നമ്മൾ സാധാ മാഗി ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിൽ മുട്ട ഇട്ടിട്ടുള്ള ചിക്കിച്ചതറിയത് ഇനി കഴിക്കാം. പക്ഷെ അതിപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഫ്ലേവറേ മാറുന്നു. അപ്പോഴേ ചൂടില് കഴിച്ചപ്പോൾ ബ്രെഡ് ഓംപ്ലേറ്റ് അല്ലേ? ചൂടില്ല.
ആ എക്സ്പ്രഷൻ ഇടാണ്ടുള്ള ചൂടാണ്. എനിക്ക് എക്സ്പ്രഷൻ വന്നു. ഓ ഇതൊക്കെ എന്തെന്നുള്ളത് ചൂടില്ല, അത് മനസ്സിലാവുന്നുണ്ട്. ഇതും നന്നായിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എല്ലാം നന്നായിട്ടുണ്ട്. ഇത് വാൾപ്പാറയിലെ ഏതോ ഒരു തട്ടുകട അല്ല, ഇതാ ചായക്കട. പക്ഷെ നന്നായിട്ടുണ്ട്. ബ്രെഡ് ഓംലേറ്റും നന്നായിട്ടുണ്ട്, എഗ് മാഗി നന്നായിട്ടുണ്ട്. ഇവിടെ നല്ല തിരക്കുണ്ട്. എല്ലാ വന്നവരും ഇവിടെ നിർത്തി കഴിക്കുന്നുണ്ട്. എവിടെ ഇതെന്താ? സോന പപ്പടി കാണാം. അതന്നെയല്ലേ എൻ്റെ പേര്? പിന്നെ 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 തേൻ മുട്ടായി വേണം. എന്താ തേനുള്ള തേൻ മുട്ടായി തപ്പുക? താങ്ക് യു. ഒന്ന് മതി. ഇത് എൻ്റെ ചോദിക്കരുത്. അതൊക്കെ കഴിച്ചാ ഒറ്റ കഴിക്കൽ. വേറെ വേണ്ട, മിഠായി വേണ്ട. മതി മതി. എടുത്തോ. എന്താ എൻ്റെ അടുത്ത്? യു ടേക്ക് ഇറ്റ്. അവൻ്റെ അടുത്ത് പറ. 3 സോന പപ്പടി, 3 സോൻ പപ്പടി, 2 തേൻ മുട്ടായി, സോൻ പപ്പിയാ. ഫ്രീയാ? കോംപ്ലിമെന്ററിയാ? ചേഞ്ച് തയ്ക്കാനാ? ഇതെന്താ എത്ര സോന പപ്പടി? എവിടെയാ? മസാല ചായ പറഞ്ഞു. ഇതിലേതാ മസാല ചായ? സൂപ്പറാ. മസാല ചായ പറഞ്ഞ. ഓ ഷിറ്റ് വേണ്ട. ഇഞ്ചി ഇല്ലേ? അല്ല, ഇഞ്ചിയുടെ ഒരു ഇഞ്ചി വെള്ളത്തിൽ വീണ ഒരു ഫീല്. ഇത് മസാല ചായ. എന്റെ സാധാ ചായതാ. നല്ലൊരു വൈബ്, സമാധാനം, ശാന്തി, സമാധാനം. ഇവിടെ വേണ്ട, ഇവിടെ റേഞ്ച് ഇല്ല. എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ വൈഫൈ. അതെന്താ ഇവിടെ മാത്രം വൈഫൈ കിട്ടുന്നത്? എന്റെ ഫോണിൽ അതും കണക്ട് ആയിട്ടില്ല. ഇനി ചായ കുടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ പരിപാടി. ഇപ്പൊ സമയം എത്രയായി? ഇനി അല്ലറ ചില്ലറ സ്പോട്ടിൽ നിർത്തി 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 പോവാനുള്ള ടൈം 2. ലേക്കാ? ഓക്കെ ഓക്കെ. സെറ്റ് തന്നെ സെറ്റ്. ഒരു സൺഡേ പീസ്ഫുൾ സൺഡേ അല്ലേ? ചായ കുടി. ഇതെന്താ ഇനി എന്താ അടുത്തത്? ഇതെന്താ സാധനം? ഇല്ലെന്ന്. ഗോലി സോഡ. ഗോലി സോഡ അവേ. ഓ കുട്ടി പപ്പിന. ടേക്ക് മീ മൈ ഡിയർ മച്ചാ. ഇല്ല, നീ മനസ്സിൽ. ശരി 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 ഓക്കെ. വിക്കിട്ട് ഇവിടെ ഇതൊരു സെക്കൻഡ് ക്യാമറ ക്ലിയർ ഇല്ല. ശരി, ഗോളി സോഡ പൊട്ടിക്ക്. ഇല്ല, ഇങ്ങനെ അത് അതിന് കുടിക്കുവോ? അതെന്താ സാധനം? ഇതാണ് ഗോളി സോഡ. ഇത് കുടിക്കാൻ. ഇതെന്താ? ഇത് ഐസ് പോലത്തെയാണോ? അല്ല, ഇതാണ് ഗോളി. ഇതാണ് ഗോളി സോഡാവേ ഓം കുട്ടിപ്പപ്പി. ഓ, അതിൽ നിന്നാണ് ആ പാട്ട് കേന്ദ്രീകരിച്ചെന്നാണ് താങ്കൾ പറയുന്നത്. ഇറങ്ങുകയാണ് ഇവിടുന്ന്. 4:30 അപ്പം ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാലേ ഇനി ഫോറസ്റ്റ് റോഡ്. ചാലക്കുടി ഫോറസ്റ്റ് റോഡിൽ കൂടി അല്ലേ പോകുന്നത്? അതിരപ്പള്ളി വഴിയാണ് പോകുന്നത്. സോ അപ്പൊ ഇങ്ങനെ ഡാം കണ്ടപ്പോ നിർത്തിയതാ. നല്ല രസമുണ്ട് ഇവിടെ. പിന്നെ വെയിലുണ്ടെങ്കിലും ചൂടൊന്നും അറിയില്ല. നല്ല കാറ്റായതുകൊണ്ട് ഞാൻ പറഞ്ഞിപ്പോ താഴെ വീഴുന്നത്. നല്ല രസമുണ്ട്. ഇത് ഏത് ഡാമാന്ന്? ഷോളെ ഡാം ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ എൻട്രി ഉണ്ടോ? വേണ്ട. ഇനിയിപ്പോ ഇവിടെ നിന്നാ നമ്മള് ലേറ്റ് ആവില്ലേ?
സോ ഗൈസ്, അപ്പോ നമ്മുടെ അങ്ങനെ വാൽപ്പാറ വ്ളോഗ് ഇവിടെ അവസാനിക്കുമ്പോണ്ടല്ലോ വൺ ട്വിസ്റ്റ് ആണ് സംഭവം. നമ്മൾ ആനനെയൊക്കെ കണ്ടു അല്ലേ? ഒറ്റ ആനനെയൊക്കെ കണ്ടു. ഒരാള് വാൽപ്പാറയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ ആനെ കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നേ. അപ്പൊ ഞാൻ മിണ്ടാതിരിക്കുക, എങ്ങനെയും വീടെത്തട്ടെ എന്നൊക്കെ പറഞ്ഞ് വന്നോണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിയണു ഒരു ആന സിമ്പിളായിട്ട്, ഞാൻ അപ്പോഴും കണ്ടില്ല. പിന്നെ നോക്കണു കറക്റ്റ് റോഡിന്റെ സൈഡ്. ഭാഗ്യത്തിന് ആരെയും ഉപദ്രവിക്കാതെ ക്രോസ് ചെയ്ത് മെല്ലെ പോയി. എന്തോ ഒരു സേഫ്. അത് കഴിഞ്ഞ പിന്നെ പോലീസും ആൾക്കാരൊക്കെ വന്നു വേഗം എല്ലാം പോലീസല്ല, ഫോറസ്റ്റ് ഓഫീസർ. യെസ്, അങ്ങനെ വന്നു. അങ്ങനെ ആനയും കണ്ടൂല്ലേ നമ്മള് വാൾപ്പാറയിൽ വന്നിട്ട് കൃത്യം. പിന്നെ അങ്ങോട്ട് എങ്ങനെയും ഒന്ന് താഴെ എത്തിയാൽ മതി എന്നായിരുന്നു. ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിപ്പോ താഴെ എത്തി. അപ്പൊ തന്നെ ഇപ്പൊ സമയം 7:30 8:30. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. എന്തായാലും അടിപൊളി ട്രിപ്പായില്ലേ? യെസ്. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ വാൾപ്പാറ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് കാണാം. പിന്നെ നിങ്ങൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റോറി നമ്മൾ ഉടൻ റിവീൽ ചെയ്യല്ലേ? ഇനി അടുത്ത വീഡിയോ നമ്മുടെ സ്റ്റോറി എന്താണ്, ലവ് മാരേജ് അറേഞ്ച് മാരേജ് ആണോ, നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങള് നമ്മൾ എങ്ങനെ കണ്ടുമുട്ടി എന്നുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേഗം അടുത്ത വീഡിയോ ആയിട്ട് വരാം. സോ അതുവരേക്കും ബൈ.